അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. അപ്പോൾ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് നമ്മുടെ കർമ്മഭൂമിയായ മഹാരാഷ്ട്രയിലേക്ക് തിരിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് കൊടുന്ന മന്തിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു അനുഭൂതിയാണ്. വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ വേറൊരു അനുഭൂതിയാണ്. അപ്പോൾ എങ്ങനെയായാലും മന്തി നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചിക്കൻ മന്തിയാണ്. പിന്നെ അപ്പം അങ്ങനെ നമ്മുടെ ഷെരീബായിനെ ഇട്ട് വീട പറഞ്ഞു പോരുകയാണ് നമ്മുടെ ചങ്കിനായിട്ട്. അപ്പം അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല, എന്നാൽ ചെറിയായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഫാമിലിയും ഒക്കെ എല്ലാവരും കുടുംബമൊക്കെ വിട്ടു പോരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്തായാലും നമ്മൾ ഒരു പ്രവാസ ലോകം തന്നെയാണ്. വീണ്ടും നമുക്ക് കാണാം. ഇപ്പോൾ ഏകദേശം കാസർഗോഡ് എത്താറായി. അപ്പോൾ നമ്മുടെ ഗഫൂർഭായി നമ്മുടെ ഒപ്പമുണ്ട്. അതിൽ രണ്ടാൾപ്പാടെ ഒരു ഇലയിൽ എന്താണ് തിന്നണത്, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ബേട്ടാ ഗഫൂർ ഭായ് കൈസാ ഹൈ, ठीक है? ഓക്കെ, ഇനി ഇത് കഴിച്ച ശേഷം ഒരു ചായ കുടിക്കണം. ഉറങ്ങാനൊരു 10-11 മണിക്കാവും.